തൃശൂർ മണ്ണുത്തി കേരള കാർഷിക സർവകലാശാല 1ാം വർഷ BSc അഗ്രികൾച്ചർ വിദ്യാർത്ഥിയും കർഷകയുമാണ് ജയലക്ഷ്മി. 2021 ജയലക്ഷ്മി സുരേഷ് ഗോപിയെ പത്തനാപുരം ഗാന്ധിഭവനിൽ വെച്ച് കാണാനിടയായി. അന്ന് താൻ വളർത്തിയെടുത്ത പേരയുടെ തൈ പ്രധാനമന്ത്രിക്ക് നൽകുന്നതിനായി സുരേഷ് ഗോപിയെ ഏൽപ്പിച്ചു. പറ്റുമെങ്കിൽ ഇത് താൻ ഡൽഹിക്ക് കൊണ്ടുപോവുകയും പ്രധാനമന്ത്രിയെ ഏൽപ്പിക്കുകയും ചെയ്യാമെന്ന് അദ്ദേഹം ജയലക്ഷ്മിക്ക് വാക്കുകൊടുത്തു. പിറ്റേന്ന് തന്നെ സുരേഷ് ഗോപി ആ തൈ മോദിക്ക് കൈമാറുകയായിരുന്നു. ഇത് കേരളത്തിലെ ഒരു മിടുക്കി പെൺകുട്ടി നട്ടുവളർത്തിയ പേരത്തൈയാണ്. താങ്കൾക്ക് നൽകിയതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി പ്രധാനമന്ത്രിക്ക് നൽകിയത്. ഇത് മോദി തന്റെ വസതിയിൽ നട്ടുവളർത്തി. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഈ ചെടി പൂക്കാൻ തയ്യാറാവുകയാണെന്ന് പറഞ്ഞ് ഒരു ചിത്രവും സുരേഷ് ഗോപി പുറത്തുവിട്ടിരുന്നു. ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ പ്രശംസാപത്രവും ജയലക്ഷ്മിക്ക് ലഭിച്ചു. മോദിയെ കാണാൻ അവസരമൊരുക്കാമെന്നും സുരേഷ് ഗോപി അറിയിച്ചു. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് അദ്ദേഹം ജയലക്ഷ്മിയെ ക്ഷണിച്ചു. അങ്ങനെ ഗുരുവായൂരിലെത്തിയ ജയലക്ഷ്മി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ ചന്ദനമരത്തിന്റെ ഒരു തൈ സമ്മാനിച്ചു. പ്രധാനമന്ത്രി ജയലക്ഷ്മിയോട് അല്പനേരം സംസാരിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി മോദി എക്സിൽ ജയലക്ഷ്മിയെക്കുറിച്ച് ഇങ്ങനെ കുറിച്ചു: ജൈവ കൃഷിയോട് അഭിനിവേശമുള്ള ജയലക്ഷ്മിയെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. എന്റെ സുഹൃത്തും നടനും BJP നേതാവുമായ സുരേഷ് ഗോപി ജയലക്ഷ്മി വളർത്തിയ ഒരു പേരത്തൈ എനിക്ക് തന്നു. ആ പ്രവൃത്തിയെ ഞാൻ അഗാധമായി വിലമതിക്കുന്നു. ജയലക്ഷ്മിയുടെ ഉദ്യമങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ജയലക്ഷ്മിയെ വളരെയധികം സന്തോഷിപ്പിച്ചു. ഇരുവരും ചേർന്നുള്ള ചിത്രം പ്രധാനമന്ത്രി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ജയലക്ഷ്മിക്ക് സംസ്ഥാന സർക്കാരിന്റെ വിദ്യാർത്ഥി കർഷകയ്ക്കുള്ള കർഷക തിലകം അവാർഡ്, ഉജ്ജ്വല ബാല്യ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. സ്വന്തം വീട്ടുമുറ്റത്താണ് ജയലക്ഷ്മി ജൈവ കൃഷിയിടം വികസിപ്പിച്ചത്. പഠനത്തോടൊപ്പം കൃഷിയും മുന്നോട്ട് കൊണ്ടുപോകുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ്. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പലരും അത് ചെയ്യാറില്ല. എന്നാൽ ജയലക്ഷ്മി ആ കാര്യത്തിൽ മിടുക്കിയാണ്. ജയലക്ഷ്മിയുടെ മനസ്സ് നിറയെ കൃഷിയാണ്. വീട്ടുമുറ്റത്തെ ഇത്തിരി സ്ഥലത്ത് എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും പൂർണ്ണമായും ജൈവ രീതിയിൽ ഈ കൊച്ചുമിടിക്ക് വിളയിച്ചെടുക്കുന്നു. ചെറുപ്പം മുതലേ മണ്ണിനോടും കൃഷിയോടും മതിയായ താല്പര്യം ജയലക്ഷ്മി പ്രകടിപ്പിച്ചിരുന്നു. ചെറുപ്പകാലത്ത് പൂക്കളോട് തോന്നിയ ഇഷ്ടമാണ് പിന്നീട് പച്ചക്കറിയിലേക്ക് വഴിമാറിയത്. ജയലക്ഷ്മിയുടെ ഈ ഇഷ്ടം മനസ്സിലാക്കിയ മാതാപിതാക്കൾ കൃഷി ചെയ്യാൻ ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി. മാതാപിതാക്കളും അധ്യാപകരും നൽകിയ അകമഴിഞ്ഞ പ്രോത്സാഹനം തന്നെയാണ് ഈ കൊച്ചുമിടിക്കയുടെ കൈകളിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ കർഷക തിലക പുരസ്കാരം വരെ എത്താൻ കാരണമായത്. പന്തളം ഉളനാട് ആഞ്ജനേയം വീട്ടിൽ സജീവിന്റെയും ദീപ്തിയുടെയും മകളാണ് ജയലക്ഷ്മി.